നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ ആര് നേടും? ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സിക്ക് ഇപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഏതായാലും ലൂസേഴ്സ് ഫൈനലിൽ എംബാപ്പയുടെ പ്രകടനം എങ്ങനെയാവും നോക്കാം. പക്ഷെ ഗോൾഡൻ ബോൾ ആർക്കാ? മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ 2 വേൾഡ് കപ്പുകളിൽ ഗോൾഡൻ ബോൾ നേടിയൊരു മനുഷ്യനുണ്ട്. ആരാന്നറിയോ? സാക്ഷാൽ ലിയോ മെസ്സി. 2014 2022 അദ്ദേഹം ഗോൾഡൻ ബോളുകൾ സ്വന്തമാക്കി. 2026 അത് സ്വന്തമാക്കുമോ എന്നുള്ളത് ആ ചോദ്യം. ഇപ്പോൾ നമ്മളിന്ന് പരിശോധിക്കുകയാണ്. സ്കോർ 90 വളരെ കൃത്യമായിട്ട് പോളി മാർക്കറ്റിലെ വിവരങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ആർക്കാണ് കൂടുതൽ ഗോൾഡൻ ബോളിനുള്ള സാധ്യത എന്ന് പരിശോധിക്കുകയാണ്. അതിൽ കിലിയൻ എംബാപ്പയ്ക്കായിരുന്നു സെമി ഫൈനൽ വരെയുള്ള സാധ്യത കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷേ സെമി ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ടീം പുറത്തായി. അദ്ദേഹത്തിൻ്റെ മോശം പ്രകടനം, ഒപ്പം ലിയോ മെസ്സിയുടെ മാന്ത്രിക പ്രകടനം. സെമി ഫൈനലിൽ ഇംഗ്ലണ്ട് ഇട്ട പൂട്ടങ്ങ് പൊളിച്ചത് മെസ്സിയുടെ 2 അസിസ്റ്റുകളാണ്. മെസ്സി വേൾഡ് കപ്പിലുടനീളം പൊളിച്ചെടുക്കുകയാണ്. 8 ഗോളുകളും 4 അസിസ്റ്റുകളും ഓൾറെഡി ആയിട്ടുണ്ട്. സോ കളിയിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട് ലയണൽ മെസ്സി. ഏറ്റവും അധികം ഗോൾഡൻ ബോൾ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് സ്കോർ 90 പുറത്തുവിടുന്ന കണക്കനുസരിച്ച് ലയണൽ മെസ്സിക്കാണ്. 90% അദ്ദേഹം ഗോൾഡൻ ബോൾ കൊണ്ടുപോകാനുള്ള സാധ്യത. അതേസമയം സ്പെയിനിൻ്റെ മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്തിയ റോഡ്രി 2ാമത്. അദ്ദേഹത്തിൻ്റെ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് 7% മാത്രമാണ്. സീ ദി ഡിഫറൻസ്. ദെൻ ലാമിൻ യമാൽ ഉണ്ട്, സ്പെയിനിൻ്റെ മറ്റൊരു താരം. വേൾഡ് കപ്പിൽ അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാധ്യത കണക്കാക്കുന്നത് 2%. കിലിയൻ ഇപ്പോൾ 1% മാത്രമാണ് ഗോൾഡൻ ബോളിലുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത്. എനിവേ ലിയോ മെസ്സി വിസ്മയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് തന്നെ ആ ഒരു ഗോൾഡൻ ബോൾ ലഭിക്കുമോ? കാത്തിരുന്ന് കാണാം. ഓൾറെഡി 2 വേൾഡ് കപ്പ് ഗോൾഡൻ ബോളുകൾ ആ ഷെൽഫിലുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.